ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിയൻ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇടിയൻ ചക്കേനെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടിയൻ ചക്കയുടെ പകുതി മാത്രമേ ഉപ്പേരിക്ക് എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പകുതി മാറ്റിയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇടിയൻ ചക്കനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഇടിയൻ ചക്കയിൽ നല്ല പോലെ പശയുള്ള കാരണം ഞാൻ കയ്യിൽ ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയൻ ചക്ക കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുള്ളിൽ ചെത്തിക്കളയാനായിട്ട് നോക്കാം കേട്ടോ. ഈ മുള്ള് കളഞ്ഞിട്ടുള്ള ഈ കഷ്ണങ്ങളെ ഇതേപോലെ 2 കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കഴുകണമെന്നില്ല, കാരണം വെച്ചാൽ ഇത് ഫ്രഷ് ആണല്ലോ. നമ്മളിപ്പോൾ പ്ലാവുമെന്ന് കിട്ടിയിട്ട് അതുപോലെ തൊലി കളഞ്ഞിട്ട് എടുക്കണം. അതായത് കാരണം ഞാൻ കഴുകണില്ല. ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല പോലെ കഴുകിയതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്ക അടിയെ പിടിക്കാണ്ടിരിക്കാനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ, കൂടുതലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 3 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ വെന്തതിന് ശേഷം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ ഇടിയൻ ചക്ക എല്ലാതും വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇടിയൻ ചക്ക ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇടിയൻ ചക്ക കഷ്ണങ്ങളെല്ലാതും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. ഇത് ഈ കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തില്ല, ഈ ചൂടിൽ തന്നെ നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വല്ല കടക്കോലില്ലേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടിച്ചു കൊടുത്താൽ അതും വേഗം അതിന് ഉടഞ്ഞ് കിട്ടും. പരമാവധി നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തതിൻ്റെ പിന്നാലേക്ക് തന്നെ ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഉടഞ്ഞു കിട്ടും. അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ചൂടാറിന് ശേഷം ചെയ്യുമ്പോൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു കിട്ടില്ല, കുറേ നേരം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇതേപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപ്പേരിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ എല്ലാതും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും ഒന്ന് മൂത്ത് വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുത്തിപ്പൊടിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുളക് പൊടി എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഈ നാളികേരത്തിലത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി വരട്ടെ, അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ഇടിയൻ ചക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫൈനലി എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇടിയൻ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ്. ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കഴിച്ചവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇടിയൻ ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.